നിക്കടി അവിടെ. അവിടെ നിക്ക്, അവിടെ നിക്ക്. നീ വീടിന്റെ പടി ചവിട്ടി പോവരുത്, നാണം കെട്ടവളെ. ഒരുത്തൻ തന്നെ കൈവെള്ളയിൽ കൊണ്ട് നടന്നിട്ട് അവനോട് നീ നന്ദികേട് കാണിച്ചിട്ട് എന്തിനാടി നീ ഇങ്ങോട്ട് കയറി വന്നേ? ആരെ കാണാനാടി? എന്നെ കാണാൻ. അതെ, എന്റെ മോൾ എന്നെ കാണാൻ തന്നെയാ വന്നത്. എന്നാ ആ മോളോട് ചോദിക്കടി, ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്. അത് കണ്ണന്റെ കൂട്ടുകാരൻ അനന്തുവാണോ അതോ ആ മാർക്കോയാണോ? അതും ഒരു സമയത്ത് ഇവള് ചുറ്റിക്കറക്കിക്കൊണ്ട് നടന്നല്ലോ, സാഗർ എന്ന് പറഞ്ഞോർത്തന്റെ കൂടെ. ഇനി അവനാണോ? എന്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എന്റെ മോളുടെ മുഖത്ത് നോക്കി ഈ രീതിയിൽ അമ്മ സംസാരിക്കരുത്. പിന്നെ ഏത് രീതിയിലാണ് ഇവളോട് സംസാരിക്കട്ടെ? വഴിതെറ്റി നടക്കുന്ന നിന്റെ അതേ സ്വഭാവം തന്നെ ഇവളും കാണിച്ചേ. വഴിതെറ്റി നടക്കുന്നത് ഞങ്ങളാരും അല്ല, അമ്മയുടെ മോന. എടി, അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള അമ്മയാണെങ്കിൽ ദേ ഇവൾ ഇതുപോലെ ഇങ്ങോട്ട് കേറി വരുമ്പോ കരുണത്തിട്ടടിച്ചിട്ട് മുടിക്കുത്തിന് കുത്തിപ്പിടിച്ച് ഗേറ്റിന്റെ പുറത്തു കൊണ്ടുപോയി തള്ളും. നീ നിന്റെ മരുമോനെ വാനോളം പുകഴ്ത്തുമായിരുന്നല്ലോ. ഇവൾക്ക് കിട്ടിയ ഭാഗ്യമാണ് കണ്ണനെന്ന് നീ പറയുമായിരുന്നല്ലോ. എന്നിട്ടും ആ കണ്ണന്റെ കുഞ്ഞിനെ ആണോട് ഇവള് വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്നേ? നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് കഴിയാത്ത അവസ്ഥയിലായിപ്പോയി. കഴിയത്തില്ല. മറ്റെന്ത് തെറ്റ് ചെയ്താലും അതിനെയൊക്കെ മറച്ചു പിടിക്കാൻ പറ്റും. പക്ഷേ ഇതങ്ങനെ ഒരു തെറ്റല്ല. ഇന്ന് ഈ സത്യം മനസ്സിലാക്കിയില്ലെങ്കിലും നാളെ അറിയേണ്ടവരൊക്കെ അറിയും. അല്ലെങ്കിൽ ഇവളുടെ ശരീരം അത് അറിയിക്കും. പ്രസവത്തോടടുക്കുമ്പോ ഒരു പെണ്ണിനും ഇങ്ങനെ ഒരു സത്യം മറച്ചു വെക്കാൻ പറ്റില്ല. എനിക്ക് അമ്മയെ കാണണം തോന്നി, അതാ വന്നത്. അതിന് ഇങ്ങോട്ട് വരണ്ട. ഇവള് അമ്പലവാസിയാണല്ലോ, അമ്പലത്തിൽ വരുമ്പോ അവിടെ വെച്ച് കണ്ടാ മതി, അല്ലെങ്കിലേ പുറത്ത് വെച്ച് കണ്ടാ മതി. ഇനിയിപ്പൊ അതുമല്ലെങ്കിൽ നീ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഇവളെ വിളിച്ചു വരുത്തിയാ മതി. അതല്ല, ഇവളെ എന്നും കാണണമെങ്കിൽ കൂടെ താമസിപ്പിച്ചോ, എന്നാലും വിരോധമില്ല. പക്ഷേ പേരുദോഷം കേൾപ്പിച്ച ഒരുത്തിയെ ഞങ്ങളുടെ വില കളയാനായിട്ട് ഇങ്ങോട്ട് കേറി വരരുത് എന്നാണ് പറഞ്ഞത്. എടി, ഇതൊക്കെ എന്റെ കുഞ്ഞിന്റെ പ്രാക്കാടി. അതുകൊണ്ടിപ്പോ എന്തായി? അവള് മനസമാധാനത്തോടെ കമലേശ്വരത്തേക്ക് പോയി. അവളിപ്പോ ഉണ്ണിക്കുട്ടനുമായിട്ട് വലിയ ലോകത്തിലാ. എടി, അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയാടി നീ ഇങ്ങനെ ഒരു പേരുദോഷം കേൾപ്പിച്ചത്. അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോ അനന്തേട്ടന്റെ വീട്ടിലേക്ക് വന്നാ മതി. അല്ലെങ്കിൽ അമ്പലത്തിലോട്ട് അമ്മ പുറപ്പെടുമ്പോ അമ്മ എന്നെ വിളിച്ചാ മതി. അത് തന്നെയാണല്ലോ ഞാനും പറഞ്ഞത്. അതാ നല്ലത്. നിന്റെ മുഖം കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മാത്രമല്ല, എന്റെ മോനും. അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങോട്ട് വരുമ്പോ നിന്നെ ഇവിടെ കേറ്റരുതെന്ന്. അത് പറയാൻ അമ്മയ്ക്ക് എന്താ അവകാശം? എടി, നാണോ മാനോ ഉള്ളവളാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുവോ? എന്നാലും വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു പാവത്തിന് നീ ഈ രീതിയിൽ കൊല്ലാക്കൊല ചെയ്തല്ലോടി. മുത്തശ്ശിയുടെ ഇപ്പോഴത്തെ ഈ സംസാരത്തിനുള്ള മറുപടി അധികം വൈകാതെ മുത്തശ്ശിക്ക് കിട്ടിക്കോളും. അപ്പോ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും. ഞാൻ പോയിട്ട് വരാമേ. വേറെ ആർക്കും അറിയില്ലെങ്കിലും നിനക്കറിയായിരിക്കുമല്ലോ നിന്റെ കുഞ്ഞിന്റെ അച്ഛനെ. കണ്ണന്റെ താലി അഴിച്ചു വെച്ചിട്ട് മറ്റവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കടി, എന്നിട്ട് അവന്റെ കൂടെ പോയി ജീവിക്കാൻ. അവള് വന്നിരിക്കുന്നു. എന്റെ പ്രതാപം കാണാത്ത ഇവിടെ ഭാഗ്യം, അല്ലെ ഇവിടെ ഒന്നിവിടെ കുഴിച്ചു പോയി. തെറ്റൊന്നും ചെയ്യാതെ ഇതൊക്കെ മോൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ടല്ലോ മോളെ. സാരല്ലമ്മേ, അവരൊക്കെ ഈ രീതിയിൽ സംസാരിക്കുമ്പോ നമ്മൾ സമനില നഷ്ടപ്പെട്ടിട്ട് സത്യം വിളിച്ചു പറഞ്ഞ അതുകൊണ്ട് നമുക്ക് തന്നെയാ നഷ്ടം. ഇപ്പൊ എന്നെ പൊന്നു പോലെ നോക്കാൻ ലേഖയുണ്ട്. എന്ത് സഹായത്തിനും അനന്തവേട്ടനും ഉണ്ട്. പ്രസവം വരെ ഇങ്ങനെ പോട്ടമ്മേ. പിന്നെ ഇടയ്ക്കമ്മ വരുമല്ലോ അങ്ങോട്ട്.
മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഏറ്റവും സേഫായ സ്ഥലത്ത് തന്നെയാ ഞാനിപ്പോ നിൽക്കുന്നത്. കുഞ്ഞിന്റെ ജനനം വരെ ആ രീതിയിൽ പോയാ മതി അമ്മേ.